ഹായ് കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ വീടിൻ്റെ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു ടാങ്ക് ഉണ്ട്. ആ ടാങ്കിൽ എത്രത്തോളം ഹൈക്കുണ്ട് എന്ന് നമുക്ക് നോക്കിയിട്ട് കാണാം. ഇവിടെ ഒരു സാധനം മുളച്ചിട്ടുണ്ട്. പടച്ചത്തമ്പുരാനെ, ഇവിടെയൊക്കെ മുളക്കാൻ കണ്ട വാർപ്പിൻ്റെ മേലാണ് മുളച്ചത്. ആൽമരമാണ് അവിടെ മുളച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കൊന്ന് അയച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ അവസ്ഥ എന്താണെന്ന് കാണാം. എൻ്റെ പൊന്നോ, എന്തപ്പോൾ അതിൻ്റെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്നുണ്ട്. മോട്ടർ ഇട്ടാൽ അപ്പോൾ പൈപ്പിലൂടെ കച്ചറ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ കുറേ കാലമായിട്ട് ക്ലീൻ ആക്കിയിട്ടില്ല. അതുകൊണ്ട് കയറൂല, മടി കാരണം നമ്മളിങ്ങനെ മുന്നോട്ട് പോകും. ഇത് കണ്ടെങ്കിൽ നമ്മുടെ നാച്ചുറൽ AC ആണ്. ഇതിനെക്കുറിച്ച് നമുക്ക് ലാസ്റ്റ് ഞാൻ പറഞ്ഞു തരാം. ഇത് ദാർപ്പായും അതിൻ്റെ അടിയിൽ ഓലയിട്ടിട്ടുള്ള ഒരു പ്രോസസ്സാണ്, ഞാൻ പറഞ്ഞു തരാം. ഇതാണ് നമ്മുടെ പരിസരം. അപ്പോൾ നമ്മളെ കണ്ടുപിടുത്തല്ല, ഇത് ഞാൻ യൂട്യൂബിൽ കണ്ടൊരു സിസ്റ്റമാണ്. നമ്മളെ മഫ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ മുമ്പിലൊരു പൈപ്പ് കണക്ട് ചെയ്ത് ആ പൈപ്പിൽ വെള്ളം നിറച്ചതിന് ശേഷം പൈപ്പ് താഴോട്ടിട്ടാൽ അതിലെ ചളി അതിൻ്റെ കൂടെ റിട്ടൺ വലിച്ചെടുക്കുന്നൊരു സിസ്റ്റമാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. പൊന്നാര മക്കളെ, മഫിട്ടൊന്ന് ഇളക്കിയപ്പോൾ തന്നെ അതിൽ ചായൻ്റെ അപ്പുറം ബൂസ്റ്റ് കലക്കി അതേ സിസ്റ്റത്തിലായിട്ടുണ്ട് നമ്മളെ അതിലെ അഴുക്ക്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ടാങ്കിയിലെ വെള്ളം പൂർണ്ണമായിട്ടും അതിന് ഔട്ട് ചെയ്യുന്ന സിസ്റ്റം. പൈപ്പിലൂടെ ഇങ്ങനെ ചളിയും അതുപോലെ വെള്ളവും ഒരുമിച്ച് നമ്മൾ ആ മഫിട്ട് ഇളക്കുന്നതോടുകൂടി കംപ്ലീറ്റ് പോകുന്നതായിരിക്കും. ഇതാണ് നമ്മൾ ലാസ്റ്റ് ഫൈനൽ കിട്ടിയ റിസൾട്ട്. നല്ല ക്ലിയർ ആയിട്ടുണ്ട്. അത്യാവശ്യം നമ്മൾ ടാങ്കിലേക്ക് ഇറങ്ങാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പരിപാടിയാണ്. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ നിങ്ങളുടെ ടാങ്കിയുടെ അവസ്ഥ എന്താണെന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഇതാണ് മക്കളെ നമ്മുടെ നാച്ചുറൽ AC. അതായത് ദാർപ്പായും തെങ്ങിൻ്റെ ഓലയും വെച്ച് ഞാൻ 1 വർഷമായി ചെയ്തിട്ടുള്ളത്. ഈ റൂമിൽ ഭയങ്കര വിങ്ങലായിരുന്നു. ഇപ്പോൾ ഈ വിങ്ങൽ വളരെയധികം മാറ്റമുണ്ട്. ഇപ്പോൾ ഞാൻ 2-3 സ്പോഞ്ചും കൂടി അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ സ്പോഞ്ചിൽ നല്ല ഈർപ്പുണ്ടാകുമ്പോൾ റൂമിലേക്ക് കൂളിംഗ് വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഇത് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ റിസൾട്ട് ഞാൻ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. ഏതായാലും നല്ല കൂളിംഗ് ഉണ്ട് ഞാൻ പറയില്ല, പക്ഷേ 1 വർഷത്തോളം ഞാൻ ഉപയോഗിച്ച എക്സ്പീരിയൻസിൽ ഈ ഒരു റൂമിൻ്റെ ഉള്ളിലുള്ള വിങ്ങൽ പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട് ഗൈസ്. ഇതിൽ സ്പോഞ്ച് മാത്രമല്ല, ചെറിയൊരു പമ്പിങ് മോട്ടർ വെച്ച് അതിലേക്ക് വെള്ളം സ്പ്രേ ചെയ്തിട്ടുള്ള ഒരു പരിപാടിയൊക്കെ ഉണ്ട്. അതിൻ്റെ പൂർണ്ണ രൂപം ഞാൻ ഇതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.